അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ബഹുമാന്യ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, നാട്ടുകാരെ, ഈ നാട്ടിലെ നിഷ്കളങ്കരായ, മനസ്സിൽ ഒട്ടും കളങ്കമില്ലാത്ത, സത്യമെന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത, അത് മനസ്സിലാക്കാൻ അവസരം കിട്ടാത്ത ആളുകളോടാണ് ഞങ്ങൾക്ക് സംവദിക്കാനുള്ളത്. തീർച്ചയായും ഒരവസരം സത്യം മനസ്സിലാക്കുവാൻ അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല തെറ്റായ കാര്യങ്ങളിൽ നിന്നും, ശിർക്ക് ബിദ്അത്തുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാതയിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ പറ്റുമായിരുന്നു. എവിടെയെല്ലാം ഇസ്ലാഹി പ്രസ്ഥാനം സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചത്തിൻ്റെ പാത വെട്ടിത്തുറന്നിട്ടുണ്ട്. അവിടെയുള്ളവരെല്ലാം, നല്ലൊരു വിഭാഗം ആളുകളും സത്യം മനസ്സിലാക്കി ഇതിൽ അണിചേർന്നിട്ടുണ്ട്. അത്രയും മധുരമായ, നിഷ്കളങ്കമായ സത്യമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നത് മാത്രമേ ഞങ്ങളുടെ ലക്ഷ്യമുള്ളൂ. ഇന്നത്തെ ലോകം എത്തി നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെല്ലാവരും പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്, വായിച്ചതാണ്. ഒരാളുടെ മരണസമയത്തുള്ള അവസാനത്തെ വചനം, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ അവന് സ്വർഗം ലഭിക്കുമെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ അവിടെ നിന്നെല്ലാം അതിപ്പോൾ വിട്ടുകഴിഞ്ഞു. സി എം എന്ന് തുടരെ പറഞ്ഞുകൊണ്ടാവണം നമ്മുടെ അവസാനത്തെ ശ്വാസം നിന്നു പോകുന്നത് എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ചങ്കൂറ്റത്തോടുകൂടി മറുപടി പറയുവാൻ ഇസ്ലാഹി പ്രസ്ഥാനമല്ലാതെ വേറൊരാളുമില്ല. അതിൻ്റെ അപകടമൊന്ന് മനസ്സിലാക്കി നോക്കി നിങ്ങൾ. എന്താണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ മേലെ, അള്ളാഹുവിനോടൊപ്പമല്ല, അള്ളാഹുവിൻ്റെ മേലെ അവരൊരാളെ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അയാൾക്ക് സ്വബോധമുണ്ടായിരുന്നോ എന്ന് പോലും അറിയപ്പെടുന്നില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചൊരു വ്യക്തി, അയാളെപ്പറ്റി ലോകം നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം അയാളാണ് എന്ന് പറയരുത് എന്ന് വാദിച്ചൊരു വിഭാഗം അവരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിനവർ പറഞ്ഞിരുന്ന ന്യായം, ഈ മനുഷ്യൻ ജനിച്ചത് ഏകദേശം ഒരു 80 കൊല്ലങ്ങൾക്ക് മുമ്പതാണ്. അതിൻ്റെ മുമ്പും ഈ ലോകമുണ്ട്. മുജാഹിദുകൾ തീർച്ചയായും ചോദിക്കും, അയാൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകം നിയന്ത്രിച്ചത് ആരായിരുന്നു എന്ന്. നമുക്ക് ഉത്തരമുണ്ടാവില്ല. ബുദ്ധിയുള്ളവർ അവരുടെ കൂടെയുണ്ട്. നിരന്തരമായ നമ്മളുടെ ഉത്ബോധനം കൊണ്ടാണ് അവരിൽ ചിലരെങ്കിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മുന്നോട്ട് വരുവാൻ തയ്യാറായത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കഴിഞ്ഞ മാസം 25-ാം തീയതി തിരൂരിൽ വെച്ച് ഇത് പറഞ്ഞ വ്യക്തി അവരുടെ ഏറ്റവും വലിയൊരാളാണ്. കാന്തപുരം കഴിഞ്ഞാൽ അവരുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. തിരൂരിൽ വെച്ച് നടന്ന പ്രസംഗത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എറണാകുളത്ത് വെച്ച് രാഷ്ട്രീയ യോഗത്തിൽ പ്രസംഗിച്ച ഒരു കാര്യത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമുക്ക് നേതാക്കന്മാരോട് സംസാരിക്കാൻ എന്തിനാ എടാളന്മാർ, അള്ളാഹിനോട് ചോദിക്കാൻ എന്തിനാ എടാളന്മാരെന്ന് പ്രസംഗിച്ചതിന്
അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ പാടില്ല എന്നുള്ളതിന് ഖുർആനിൽ 20 ആയത്തുണ്ട് എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോട് നമ്മൾ നേരിട്ട് സംസാരിക്കാൻ പാടില്ല, ആവശ്യപ്പെടാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഖുർആനിൽ 20 ആയത്തുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നൊരു വിഭാഗം അപ്പുറത്തുണ്ടാകുമ്പോൾ എങ്ങനെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയും? ഇത്രയും മോശമായ ഒരു വാദവുമായി വളർന്നു വരുന്നൊരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നൊരു പ്രസ്ഥാനം അപ്പുറത്തുണ്ട്, ഒരു കൂട്ടം അപ്പുറത്തുണ്ട്. അവരുടെ വലയിൽ കുടുങ്ങിയ നിഷ്പക്ഷരായ നിഷ്കളങ്കരായ ജനങ്ങളോടാണ് നമുക്ക് സംവദിക്കാനുള്ളത്. അതുകൊണ്ട് സത്യം മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾ ഉപയോഗിക്കുക. എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കുക. ആ കേട്ട് നിങ്ങൾ പല കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും സംസാരിക്കുമ്പോൾ സ്വന്തം ബുദ്ധി ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഒരു കച്ചവടം തുടങ്ങുമ്പോൾ, ഒരു വിവാഹം കഴിക്കുമ്പോൾ, മക്കളെ വിദ്യാഭ്യാസത്തിന് അയക്കുമ്പോൾ, അയൽപ്പക്കത്ത് വരുന്ന ആളുകളെ കുറിച്ചെല്ലാം നമ്മൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. ഒരു ഉദ്യോഗം കണ്ടെത്താൻ നമ്മൾ പലതും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ എന്തിനാണ് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഇവരുടെ ഈ ദുഷ്പ്രേരണയിൽ ദുഷ്പ്രവൃത്തിയിൽ ചെന്നുപെടാൻ പോകുന്നത്? അതുകൊണ്ട് സ്വതന്ത്രമായ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കുക. പരലോകത്ത് നമ്മളും അള്ളാഹും ഒറ്റക്കൊറ്റക്കാവും കാണുക. അന്നേരം വിരൽ കടിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ആ ഒരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.